അവന്റെ ഒരു ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ തിരുവനന്തപുരം മാസ്റ്റേഴ്സ് അത്ലറ്റ് മീറ്റിൽ പങ്കെടുക്കുന്ന പ്ലെയേഴ്സുകളാണ്. ഇവരൊക്കെ പറഞ്ഞാൽ ഇൻ്റർനാഷണൽ പ്ലെയേഴ്സുകളാണ്. അപ്പോൾ ഇവരിൽ നിന്നൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാണ്ട്. സാറിൻ്റെ പേര്? എൻ്റെ പേര് നാരായണൻ നായർ, കാസർഗോഡ്. മണി ഇത് എറണാകുളം. എൻ്റെ പേര് മണി, എറണാകുളം. എത്ര മാസ്റ്റേഴ്സ് ഞാനെന്ന് പറഞ്ഞാൽ യാദൃച്ഛികമായിട്ട് വന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതെ അതെ. സ്കൂൾ തലത്തിലോ അല്ലെങ്കിൽ മറ്റു തരത്തിലോ ഒരു മത്സരത്തിൽ പങ്കെടുക്കാത്ത ഒരു വ്യക്തി. എറണാകുളത്ത് ഒരു സ്പോർട്സ് നടത്തുന്നത്, സീനിയേഴ്സിന് വേണ്ടി ഒരു സ്പോർട്സ് നടത്തുന്നു എന്ന് പറഞ്ഞ് കേട്ടപ്പോൾ ഒന്ന് കാണാൻ വന്നതാണ്. അത് 73ാമത്തെ വയസ്സ്. 73ാമത്തെ വയസ്സിൽ ഇപ്പം എത്ര? ഇന്നിപ്പോ 80ആയില്ലേ? 80 വയസ്സിലെ ആളാണ്. ഇപ്പൊ എത്ര മീറ്റർ? ഇപ്പൊ ഇവിടെ പങ്കെടുത്തതിൽ 5000 മീറ്റർ, 1500 മീറ്റർ, 800 മീറ്റർ, ഇതെല്ലാം സെക്കൻഡാണ്. 80 വയസ്സിലെ ഒരാളാണ് ഈ പറയുന്നത് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ മഞ്ചേരി എടവണ്ണയുടെ സ്വന്തം മുഹമ്മദ് അലിക്ക. മുഹമ്മദ് അലിക്ക എത്ര മീറ്ററിൽ പങ്കെടുത്തിട്ടുണ്ട്? ബാംഗ്ലൂര്, മൂപ്പര പ്രധാന ഐറ്റം പറയുന്നത് 5 കിലോമീറ്റർ വാക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ കണ്ടുപഠിക്കേണ്ട, സമൂഹം കണ്ടുപഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. എന്താണ് നമ്മുടെ സമൂഹത്തോട് പറയല്ലേ? അല്ല, ഇത് തന്നെയാണ് നമ്മളെന്ന് പറയുന്നത് ആരോഗ്യത്തിന് പ്രയോറിറ്റി, നമ്പർ 1 പ്രയോറിറ്റി. കാരണം ആരോഗ്യം ഉണ്ടെങ്കിൽ ബാക്കി എന്തും നടക്കുള്ളൂ. നമ്മൾ ബാക്കി ഏത് കാര്യം ആരോഗ്യം വേണമെങ്കിൽ ബാഡ് ഹാബിറ്റ്സ് ഒഴിവാക്കുക. ഇങ്ങനെയുള്ളതായിട്ട് നമ്മൾ മറ്റു പല ക്ലബ്ബുകളുണ്ടല്ലോ, ക്ലബ്ബ്, മറ്റുള്ള പല ക്ലബ്ബുകളും കാണും. അതിലൊക്കെ ചേരുന്നതിന് പകരം ഇങ്ങനെ ഈ മാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവൻ ഗ്രാജുവലി അവൻ്റെ ബാഡ് ഹാബിറ്റ്സ് പോവും, ആരോഗ്യമൊക്കെ വളരെ നന്നാവും. അപ്പോൾ അത് മാത്രമല്ല, അദ്ദേഹം ചുരുക്ക് വരുമ്പോണ്ടല്ലോ അദ്ദേഹത്തിന് സമൂഹത്തോടും പിന്നെ രാജ്യത്തോടും കുടുംബത്തോടൊക്കെ സ്നേഹം കൂടും. അതിനോടുള്ള താല്പര്യങ്ങൾ കൂടുന്നതനുസരിച്ച് അതിൽ നമുക്ക് പ്രോഗ്രസ് കൂടുതൽ നന്നായി വരും. എനിക്ക് 83 വയസ്സിൽ ഏഷ്യൻ മീറ്റിൽ എനിക്കൊരു ഗോൾഡും ഒരു സിൽവറും കിട്ടിയിട്ടുണ്ട്. ഏഷ്യൻ മീറ്റിൽ ഗോൾഡ് മെഡൽ ജേതാവാണ് ആള്. ഏഷ്യൻ ഇതില് നാഷണൽ മീറ്റിൽ ഫസ്റ്റ് കിട്ടിയിട്ടില്ല പല പ്രാവശ്യവും. കഴിഞ്ഞ കൊല്ലം ഫസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ 800, 400, 200 ആണ് ചെയ്യാറ്. പക്ഷെ കോളേജിൽ പഠിക്കുമ്പോൾ 5000 ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല. ഇപ്പൊ നമ്മളെ സമൂഹം ഭയങ്കര ഫുഡ് ഹാബിറ്റ് ഭയങ്കര വർദ്ധിച്ചു വരുന്നുണ്ട്. ഫുഡ് ഹാബിറ്റ്സ് മാറാൻ എന്താ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു കാര്യം അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടെങ്കിൽ അതിലേക്ക് അപ്പം നമുക്ക് തോന്നും അത് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളൊന്ന് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യണം തോന്നും. നമ്മളിപ്പോൾ ഓട്ടത്തിന് പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മദ്യമോ അല്ലെങ്കിൽ വേണ്ടാത്ത ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമുക്കിതിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല. അതാണ് നമ്മുടെ. അതുകൊണ്ട് പിന്നെ ചെറുപ്പത്തിലെ ഒരു 30 വയസ്സ് തൊട്ട് ഇപ്പം മാസ്റ്റേഴ്സ് തുടങ്ങുന്ന 30 വയസ്സ് കഴിഞ്ഞവരൊക്കെ നമ്മൾ ആദ്യം മെല്ലെ മെല്ലെ അവരെന്തെങ്കിലും കൊടുത്തിട്ടോ ഒരു രജിസ്ട്രേഷൻ ഫീ നമുക്ക് കൊടുക്കാൻ പറ്റും. രജിസ്ട്രേഷൻ ഫീ കൊടുക്കുക, അത് സാഹചര്യമുള്ളവർക്ക് കൊടുക്കാം, അല്ലാത്തവരെ രജിസ്ട്രേഷൻ ഫീ എടുക്കാം. ഇതിലധികം വരുന്നുണ്ടല്ലോ ഈ കൂലിപ്പണിക്കാരൊക്കെയാണ് കൂടുതൽ. വളരെ ഇൻകം ഏറ്റവും ശരിക്കും ഇത് പൂർവ്വ പൂർവ്വ ഇതിന് വളരെ സമ്പന്നര് കുറവാണ്, എല്ലാം പാവപ്പെട്ടവരാണ്. അപ്പോൾ അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നമ്മൾ തന്നെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി കുറച്ചൊരു വകയുള്ള ഒരു സാമ്പത്തിക ശേഷിയുള്ള ഓരോ നാടും ഓരോ ക്ലബ്ബുകളൊക്കെ ഫുട്ബോളിനെക്കാളും ഇതിലൊരു ഇഞ്ചുറി വരില്ല. ഫുട്ബോളും മറ്റേ ക്രിക്കറ്റൊക്കെ പറഞ്ഞ ഇഞ്ചുറി ഇതൊക്കെ വരും, ഇതിലൊന്നും വരില്ല. ഇത് നിങ്ങൾ ഓട്ടം മാത്രം ഓട്ടം ചെയ്ത് ഞാനെപ്പം പറയും 3 കിലോമീറ്റേഴ്സ് എ ഡേ കീപ് ദ ഡോക്ടർ അവേ. 3 കിലോമീറ്റർ 3 കിലോമീറ്റേഴ്സ് എ ഡേ വിൽ കീപ് ദ ഡോക്ടർ എവേ. 3 കിലോമീറ്റർ ഓടുകയാണെങ്കിൽ അദ്ദേഹത്തിന് അസുഖങ്ങളൊന്നും ഡെയിലി ഇതിനെ കൊണ്ടു 3 കിലോമീറ്റർ ഓടാൻ വല്ല വിഷമമുള്ള കാര്യമാണ്. ഇതിന് വല്ല ട്രെയിനിങ് ഒന്നും വേണം. ഇതിനും അത് മാത്രമല്ല മറ്റു മെറ്റീരിയൽസ് ഇതൊന്നും വേണ്ട. നിങ്ങൾക്കൊരു ഷൂ മതി, ഒരു ട്രൗസർ ഓടിക്കോളും. ഫസ്റ്റ് ദിവസം 1/2 കിലോമീറ്റർ മതി. സ്റ്റാർട്ടിങ് 1/2 കിലോമീറ്റർ വേണമെന്നില്ല, 100 മീറ്റർ ഓടിയാലും മതി. പക്ഷെ നമ്മളത് കൂട്ടി മെല്ലെ മെല്ലെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആരോഗ്യം വരുമ്പോണ്ടല്ലോ. നമ്മൾ ലഹരി മറ്റു കഴിക്കുന്നുണ്ടല്ലോ, അതൊരു 3 ഔൺസ് കഴിക്കുന്നതിന്റെ ഒരു 10 ഇരട്ടി ലഹരി ഇതുകൊണ്ട് കിട്ടും. നമുക്ക് ലഹരിയല്ലേ വേണ്ടത്. അപ്പൊ ഈ ലഹരി ഉണ്ടല്ലോ, ഇത് മാറാത്ത ലഹരി, വിട്ടുമാറില്ല. മറ്റേ ലഹരി ഒരു 2-3 മണിക്കൂറേ നിൽക്കുള്ളൂ. ഇതാണെങ്കിലോ ജീവിതകാലം ഇത് മൊത്തം ഇങ്ങനെ എപ്പോഴും ലഹരിയാ. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാത്രി വരെ. എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾ
എത്ര നാടനാണോ അടിച്ചതല്ല മറ്റേതാണ് ഞാൻ പറയുന്നത് നാടൻ തന്നെയാണ്, തനി നാടനാണ്. ഇത് കഴിച്ചു കഴിഞ്ഞാണല്ലോ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാവില്ല. അത് നോക്കൂ 75 കഴിഞ്ഞവര് എത്ര ദുഃഖിതരാ പൊതുവെ. ജനറലി അവനെന്തെങ്കിലും മാരക രോഗം ഉണ്ടാവും.